ജോസഫിന്റെയും വൈജയന്തിയുടെയും മകളാ ഞാൻ. അയ്യോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇതെങ്ങനെ കണ്ടുപിടിച്ചു ചേച്ചി? ആര് പറഞ്ഞിട്ടാ അറിഞ്ഞ? ഇതെല്ലാം പാവം അച്ഛൻ തിരക്കി നടന്ന് കണ്ടുപിടിച്ചതാ. എന്നിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുവന്ന് എന്റെ പപ്പയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോയി. എന്റെ ദൈവമേ, ഇത് സത്യമായിരിക്കണേ. എന്നിട്ട് ബാക്കിയും കൂടെ പറ ചേച്ചി. ആ പപ്പ സ്വന്തം മോളെ ആദ്യമായിട്ടല്ലേ കണ്ടത്? ചേച്ചിയും ആദ്യമായിട്ട് കാണുമല്ലായിരുന്നോ? നിങ്ങളെ തമ്മിൽ കണ്ടപ്പോ എങ്ങനായിരുന്നു? മോളെ നിന്നും വിളിച്ച് അടുത്തോട്ട് വന്ന് കെട്ടിപ്പിടിച്ചോ? സന്തോഷം കൊണ്ട് ചേച്ചി കരഞ്ഞു പോയോ? എല്ലാം പറ, പെട്ടെന്ന് പറഞ്ഞേ, എനിക്ക് ശ്വാസം മുട്ടുന്നു. ഓർമ്മകളെ തീരമതിൽ ചേർന്നുവോ? സ്നേഹമതിൻ കൂടണയാൻ വന്നുവോ? കാലങ്ങൾ താണ്ടി കാതങ്ങൾ താണ്ടി വന്നുവോ? നെഞ്ചിനോരത്തെ കുഞ്ഞു നോവാകും നിൻമുഖം കാണുവാൻ കൺമണി. ചേച്ചി, ചേച്ചീനെ എവിടെ എങ്ങനെയാ? സ്റ്റാൻലി ജോസഫിന്റെ ഭാര്യയും മക്കളൊക്കെ ഇല്ലേ? അവരൊക്കെ ഉണ്ടെന്നാ പറഞ്ഞത്. പക്ഷെ ഈ വീട്ടിലില്ല. അവരെല്ലാരും കൂടി ചേച്ചിയുടെ അടുത്ത് വഴക്കിന് വരത്തില്ലേ? അന്നേരം എന്നാ ചെയ്യും? അവിടെയും വലിയ കുടുംബകലഹം ഉണ്ടാവോ? എനിക്കൊന്നും അറിയത്തില്ല മോളെ. ഒരു രാത്രി ഇരുണ്ട് വെളുത്തു ഞാനിവിടെ വന്ന ശേഷം. അത് മാത്രം അറിയാം. ഇനി എന്താ എങ്ങനെയാ ഒരു പിടിയില്ല. മോളെ, ഞാനിപ്പോ വെച്ചോട്ടെ, പിന്നെ വിളിക്കാവേ. ആന്റി, അലീന ചേച്ചി ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു. പാലായിന്നോ? പാലായിന്നല്ലെന്നേ, കൊളത്തൂപ്പുഴയെന്ന്. കൊളത്തൂപ്പുഴയോ? അവിടെ ആരാ? വലിയ കഥയാ ആന്റി. ആ, കഥയാണെങ്കിൽ കേട്ടിട്ട് തന്നെ കാര്യം. കുറെ നാളായ ഒരു കഥാപ്രസംഗം കേട്ടിട്ട്. കഥാപ്രസംഗത്തില് പാട്ട് വേണ്ടേ? ഈ കഥയില് പാട്ടില്ല. ആ, സാരമില്ല, നീ പറഞ്ഞോ. ഒരിടത്തൊരിടത്ത് ഒരു സ്റ്റാൻലി ജോസഫ് എന്നൊരു പട്ടാളക്കാരനുണ്ടായിരുന്നു. ആ പട്ടാളക്കാരൻ ആഗ്ര എന്ന സ്ഥലത്ത് വെച്ച് ഒരു മലയാളി പെൺകുട്ടിയെ കണ്ടുമുട്ടി പ്രേമിച്ചു. പട്ടാളക്കാർക്ക് പ്രേമിക്കാനുള്ള നേരം? ഈ പട്ടാളക്കാരൻ നേരം ഉണ്ടാക്കി ഭയങ്കര സ്ട്രോങ് ആയിട്ട് പ്രേമിച്ചു. എന്നിട്ട് പക്ഷേ ആ പട്ടാളക്കാരന്, സ്റ്റാൻലി ജോസഫിന്, ആ അതെ, സ്റ്റാൻലി ജോസഫിന് ആ പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റിയില്ല. എന്തുകൊണ്ട് പറ്റിയില്ല? എന്തുകൊണ്ടോ അത് നടക്കാതെ പോയി. ആ പെണ്ണിന്റെ പേരാണ് വൈജയന്തി അല്ലേടി? കറക്റ്റ്. ആന്റിയുടെ ഉത്തരം ശരിയാണ്. ആന്റിക്ക് 10 പോയിന്റ്. വൈജയന്തി മാലയുടെ കഥയൊന്നും ഞാനിനി പറയണ്ടല്ലോ, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. വൈജയന്തി മാല പ്രസവിച്ചതും ആ കുഞ്ഞിനെ ഓർഫനേജിൽ ഉപേക്ഷിച്ചതും അവൾ അലീന എന്ന പേരിൽ വളർന്നു വലുതായതും പാലായില് പോയി വൈജയന്തിയെയും ബന്ധുജനങ്ങളെ എല്ലാം കണ്ടതും എല്ലാം നമുക്കറിയാലോ. അതൊക്കെ ഞങ്ങൾക്ക് ബൈഹാട്ടാ. നീ ബാക്കിയുള്ളതോടി പറ. പിന്നെ അലീന ചേച്ചി, ഹലോ. മോളെ, ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. എന്നാ ചേച്ചി? ഞാൻ കുളത്തൂപ്പുഴയ്ക്ക് പോയ കാര്യം മറ്റുള്ളവരോട് പറയുമ്പോ സ്റ്റാൻലി ജോസഫ് എന്ന പേര് പറയരുത്. പകരം വേറെന്തെങ്കിലും പേര് പറഞ്ഞാ മതി. അതെന്താ ചേച്ചി സ്റ്റാൻലി ജോസഫിന്റെ പേര് പറഞ്ഞ? ആ പേര് കേട്ടാ അതാരാണെന്ന് തിരിച്ചറിയുന്ന പലരും കൊല്ലപ്പള്ളിയിലും ഉണ്ട്, കടപ്പാട്ടൂരും ഉണ്ട്. ചേച്ചി
ഞാനിവിടെ അങ്കിളിനോടും ആന്റിയോടും ആ പേര് പറഞ്ഞു പോയല്ലോ. അങ്കിളും ആന്റി അറിയുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. വേറെ ആരും അറിയാതിരുന്നാ മതി. ആ അത് ഞാൻ ഏറ്റു. ആന്റിക്ക് ഫോൺ കൊടുക്കട്ടെ, നേരിട്ട് സംസാരിച്ചോ. ഹലോ അലീന. ആന്റി സുഖാണോ? ആ സുഖമായിട്ടിരിക്കുന്നു. നീ പാലായിന്ന് പോയായിരുന്നല്ലേ? ഇന്നലെ രേവതിക്കുട്ടി പറഞ്ഞപ്പോഴാ അറിയുന്നേ. ഉം. അതിലേ വന്നിട്ട് അങ്കിളിനെ ആന്റി അവളെയും കണ്ട് യാത്ര പറഞ്ഞു പോരണമെന്നായിരുന്നു. പക്ഷെ അച്ഛന് വയ്യാതിരിക്കുവല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ദൂരം ഡ്രൈവ് ചെയ്യേണ്ടി വരത്തില്ലേ? അല്ല, മാമച്ചനങ്ങളെ സുഖമായിട്ടിരിക്കുന്ന ആന്റി? അങ്കിളിന് എപ്പോഴും ഓരോരോ അസുഖങ്ങളല്ലേ. ഹോസ്പിറ്റല് വീട്, ഹോസ്പിറ്റല് വീട്, മാറി മാറി. ഒരു പ്രായം കഴിയുമ്പോ എല്ലാരും അങ്ങനെയൊക്കെയാണെന്നേ. അല്ലെങ്കിൽ നല്ല പ്രായത്തില് നന്നായിട്ട് അവനവന്റെ ആരോഗ്യം നോക്കണം. നീ എന്തിനാ മോളെ കൊളത്തൂപ്പുഴയ്ക്ക് പോയത്? അവിടെ ആരാ? രേവതിക്കുട്ടി പറഞ്ഞില്ലേ? ഓ, അവളൊരു കഥാപ്രസംഗം നടത്തി. സ്റ്റാൻലി ജോസഫ് എന്നൊരു പട്ടാളക്കാരൻ വൈജയന്തി എന്ന് പറയുന്ന ഒരു മലയാളി പെണ്ണിനെ ആഗ്രയിൽ വെച്ച് പ്രേമിച്ചെന്നും അവര് തമ്മിൽ പിരിഞ്ഞു പോയിന്നൊക്കെ. ഞാനിപ്പോ പട്ടാളക്കാരന്റെ വീട്ടിലെ ആന്റി, റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫിന്റെ. എന്ന് വെച്ചാ മോളെ നിന്റെ എന്നുവെച്ചാ എന്റെ പപ്പയുടെ വീട്ടില്. ആന്റി ഞെട്ടിയോ? ഞെട്ടി. അതെങ്ങനെ സംഭവിച്ചു അലീന? എന്റെ അച്ഛൻ അലഞ്ഞു നടന്ന് തേടി കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് ഏൽപ്പിച്ചു കൊടുത്തതാ. ഓ, അതൊരു ഭയങ്കര സംഭവമായി പോയല്ലോ. വിശ്വസിക്കാൻ പ്രയാസം. ഞാനും വിശ്വസിച്ച് തീർന്നിട്ടില്ല. അങ്കിളിന് ഫോൺ കൊടുക്കാവോ ആന്റി? ആ ഇപ്പൊ കൊടുക്കാം. ആ ആ, ആ ഹലോ അലീന. അങ്കിളെ, ഞാനിപ്പോ കുളത്തൂപ്പുഴ എന്ന സ്ഥലത്താ. യാത്ര വരാനൊന്നും പറ്റിയില്ല, സോറി കേട്ടോ. അതൊന്നും സാരമില്ല, ഇപ്പൊ വിളിച്ചല്ലോ. ഞാനിപ്പോ എന്റെ സ്വന്തം പപ്പയുടെ വീട്ടിലാ നിൽക്കുന്നത്. അങ്കിള് മിലിറ്ററിയിലായിരുന്നല്ലോ. ഇങ്ങനൊരു പേര് കേട്ടിട്ടുണ്ടോ? കേണൽ സ്റ്റാൻലി ജോസഫ്. ആ ആ എവിടെയോ കേട്ട പോലൊരു തോന്നല്. അങ്കിളെ, ഞാനിന്ന് ഫോൺ വെച്ചാട്ടെ, ബാക്കിയല്ലേ രേവതിക്കുട്ടി പറഞ്ഞോളൂ. ആ ശരി മോളെ. എന്നാലും എന്റെ മാമച്ചായ, ഇത് ഭയങ്കര അത്ഭുത സംഭവല്ലേ. ഒടുവിൽ അവളെ എത്തേണ്ടടുത്ത് തന്നെ എത്തിയല്ലോ. ആ ബാലേന്ദ്രൻ മേനോനെ ആള് പുലിയാട്ടോ. അലീനയുടെ പപ്പയെ തേടി കണ്ടുപിടിച്ച് അവളെ അയാളുടെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. സമ്മതിക്കണം. ഞാനതല്ല ആലോചിക്കുന്നേ, സ്റ്റാൻലി ജോസഫ്. ആ പേര് ഞാൻ എവിടെയോ കേട്ടു മറന്നതുപോലെ. അങ്കിളും പട്ടാളത്തിലായിരുന്നല്ലോ, അങ്ങനെ കേട്ടതായിരിക്കും. നിനക്ക് വല്ല പിടിയും കിട്ടുന്നുണ്ടോ ഗ്രാസമ്മേ? എനിക്കാകെ ഒരു പട്ടാളക്കാരനെ മാത്രമേ അറിയൂ, അത് മാമച്ചായന. സ്റ്റാൻലി ജോസഫ്, റിട്ടയർഡ് കേണൽ. രക്ഷയില്ല, കിട്ടുന്നില്ല. ബെസ്റ്റ്. ഇതൊക്കെ എടുത്ത് എനിക്ക് എല്ലാ ദിവസവും ഇത്ര പേർക്ക് അയച്ചു കൊടുക്കാനുള്ളതെന്ന് അറിയോ? എടാ ഇങ്ങോട്ട് നോക്കി നോക്കി നോക്കി. അതെ, എനിക്കിവിടെ വേറെ പണിയൊന്നും ഇല്ലാത്തോണ്ടേ എന്നെ നിങ്ങൾ സഹിക്കണം കേട്ടോ. ഇതൊന്നും ശീലമില്ലെന്നറിയാം, സഹിച്ചേ പറ്റത്തുള്ളൂ. ഞാൻ ബാക്കിയുള്ളവരെ കുറിച്ചൊക്കെ അവിടെ എല്ലാരോടും പറഞ്ഞു. നിങ്ങളെ കൂടെ കാണിച്ചില്ലേല് അത് മോശമല്ലേ? അത് മാത്രല്ല, ഭയങ്കര തൊട്ടാവാടികളാ എന്റെ കൂടെ ഉള്ളവരെല്ലാം. വാ.
ഇന്നത്തെ ഫോട്ടോ എടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. ക്ലാസ് ഡിസ്പേഴ്സ്ഡ്. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും പണിയെടുക്കാൻ പറ്റുമോ നോക്കാം. ഇത് നമുക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കാവേ. വാ. എന്നാലും എന്റെ പൗലൂസേട്ടാ, എന്തൊരു മർമായമാണെന്ന് എനിക്ക് മനസ്സിലാവാത്തെ. കണ്ടപ്പോ മുതൽ അതുങ്ങൾ ആ കൊച്ചിന്റെ പിറകെ തന്നെയാണ്. ആദ്യമായിട്ട് വരുന്നവരെ അടുപ്പിക്കാത്ത ഇനങ്ങളാന്ന് ഓർക്കണേ. അത് സത്യാട്ടോ. ഈ പെങ്കൊച്ചിനെ ഏതാണ്ട് മുൻപരിചയമുള്ള പോലെയാ. ആ സൈഡിൽ കൂടെ ഒട്ടി ഒട്ടി പോയവനുണ്ടല്ലോ, പണ്ട് ഇവിടെ സിനിമാ ഷൂട്ടിങ്ങിന് കിട്ടുമോന്ന് ചോദിച്ചു വന്നവനെ കടിച്ച് കീറിയല്ലേ വിട്ടത്. ഇപ്പൊ കണ്ട ഒരുമാതിരി മണഗുണാഞ്ചന പോലെ നടക്കണേ. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ. ഞാനിവിടെ ആദ്യമായിട്ട് വന്നപ്പോ എന്നെ ഓടിച്ച് മരത്തി കയറ്റിയവനാ. കേണൽ സാവ് വന്നപ്പോഴാ അന്ന് ഞാൻ മരത്തേന്ന് ഇറങ്ങിയത്. എല്ലാവരും ഒന്ന് സൂക്ഷിച്ചോ, കാഞ്ഞ എനമ ആ പെണ്ണ്. എനിക്കും തോന്നി. ഓ അയ്യോ, എത്രാമത്തെ വിസിലാണ് ഞാൻ മറന്നുപോയി. അപ്പൊ ഇന്നും കഞ്ഞിയായിരിക്കും. വാ വാ. എന്നാലും ഇത് എങ്ങനെയാണോ? ആ കൊച്ചിനോട് തന്നെ ചോദിച്ചു നോക്കാം. നിനക്ക് രണ്ടിനും പഠിക്കാനൊന്നുമില്ലേ? കുറെ നേരം ആയല്ലോ ഫോണില്. ഞങ്ങളുടെ സ്റ്റഡി ടൈം ആവുന്നേ ഉള്ളൂ. എന്തിട്ടെ? ഞങ്ങൾ തന്നെ ഒരു ടൈം ടേബിൾ റെഡിയാക്കിയിട്ടുണ്ട്. സ്റ്റഡി ടൈം ആയിട്ടില്ല. ആ സമയത്ത് ഞങ്ങൾ പഠിക്കാനിരുന്നോളാം. ആ സമയത്ത് പഠിച്ചാൽ മാത്രമേ നിന്റെയൊക്കെ തലേ കയറത്തുള്ളൂ. കുറച്ച് നേരത്തെ പഠിച്ചാൽ എന്നെ കുഴപ്പം? ഇത് കൊള്ളാലോ. അമ്മയുടെ പ്രശ്നം എന്നാ? ചുമ്മാ വഴക്കിന് വരല്ലേ. ഞങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയമാവുമ്പോ ഞങ്ങൾ ഇരിക്കുമെന്ന് പറഞ്ഞല്ലോ. നിന്റെയൊക്കെ സൗകര്യത്തിന് അങ്ങ് തീരുമാനിക്കുവാണോ? അമ്മയുടെ സൗകര്യത്തിന് തീരുമാനിക്കാൻ അമ്മ ഇവിടെ ഉണ്ടായിരുന്നോ? അല്ല, അമ്മ ഇവിടെ ഉണ്ടായിരുന്ന സമയത്തും ഇങ്ങനെയൊന്നല്ലായിരുന്നല്ലോ. അമ്മ, ഞങ്ങളൊരു 10 മിനിറ്റ് പഠിക്കാനിരിക്കും. അതാ ബബിതേശ് ഉദ്ദേശിച്ചേ. ഇവള് പറഞ്ഞതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. ഞാൻ ശരിയാക്കി തരാം. നിന്റെയൊക്കെ ടൈം ടേബിള് ഞാൻ ശരിയാക്കി തരാം. ബബിതേശോട് ഞാൻ പറഞ്ഞതല്ലേ അമ്മയോട് വഴക്കിന് പോവല്ലേന്ന്. നിങ്ങൾ തമ്മിൽ സംസാരിച്ചത് വഴക്കിലേ തീരുള്ളൂ. അതിന് നീ പറഞ്ഞ തന്നെയല്ലേ ഞാനും പറഞ്ഞു. ഞാൻ പറയുമ്പോ മാത്രം ഇങ്ങനെ തുള്ളുന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് മനസ്സിലായില്ല ഇതുവരെ. എന്ത്? ഈ ബബിതേശോട് ഒരു കാര്യം. അമ്മയുടെ മാനസപുത്രി അല്ലായിരുന്നു ബബിതേച്ചി. അമ്മയുടെ തനി പകർപ്പ്. ബബിതേച്ചി നന്നത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അതാണ് കാര്യം. എന്തുപറ്റി? അതിഭയങ്കരമായ കണ്ടുപിടുത്തം തന്നെ. ഞാൻ നേരത്തെ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ഇപ്പോഴും. ബാക്കി ഫോട്ടോസ് നോക്കാം. ബാ. ആയിക്കോട്ടെ. എന്താണ് രണ്ടുപേരും കൂടെ ഇവിടെ ഗൂഢാലോചന?
ഒരു ഗൂഢാലോചനയില്ല. ഞങ്ങളിത് അലീന ചേച്ചി അയച്ചെന്ന ഫോട്ടോസ് കാണുമായിരുന്നു. ആഹാ, അലീന ചേച്ചി അയച്ചിരുന്ന ഫോട്ടോസാ? ഒന്ന് കാണിച്ചേ. ദേ അവിടുത്തെ പട്ടിക്കുട്ടന്മാരുടെ കൂടെ രാവിലെ തന്നെ ഫോട്ടോഷൂട്ട് ആണെന്ന് തോന്നുന്നു. ആഹാ, യവന്മാരുടെ കൂടെ ആയിരുന്നോ? യവന്മാരെ ആദ്യം ഞാനല്ലേ കണ്ടത്. നമ്മൾ ആ വീടിന്റെ മുന്നിൽ ചെല്ലുമ്പോ യവന്മാരുടെ പെർമിഷൻ എടുത്തിട്ട് വേണം അകത്തോട്ട് കയറാൻ. ഞാനും ഗോവർദ്ധനും കൂടെ പോയപ്പോഴേ ഗോവർദ്ധനം വണ്ടിയുടെ അടുത്തുനിന്ന് മാറിയിട്ടേ ഇല്ല. ഡോറും തുറന്നു പിടിച്ച് ഇങ്ങനെ ഒരു നിപ്പായിരുന്നു. യവന്മാരൊക്കെ ഞാൻ കടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട്. ആണോ അച്ഛാ? പിന്നെ അല്ലാതെ. അലീന ജോലിക്ക് പോയ വീട്ടിലെ പുള്ളിക്കാരന്റെ സെക്യൂരിറ്റി ഗാർഡ്സാ. പുള്ളിക്കാരന്റെ കണ്ണൊന്നനങ്ങിയാ മതി, യവന്മാർക്ക് മനസ്സിലാവും. ആഹാ, എന്നിട്ടാണോ ഇന്നലെ ചെന്ന അലീന ചേച്ചിയുടെ അടുത്ത് ഒട്ടി നിൽക്കുന്നേ? അത് അവൾക്ക് ഈ നായ്ക്കളോടൊക്കെ പണ്ടേ വലിയ ഇഷ്ടമല്ലേ. റങ്കൂന്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയത്തില്ലേ? ആ, ഈ പ്ലാന്ററോടുള്ളൊരു ബോണ്ട് അതെനിക്ക് അവളോട് തോന്നിയിട്ടുണ്ടാവും. ഒരു സ്പെഷ്യൽ ബോണ്ട് അതാന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാം. അലീന ചേച്ചി അവിടെ ഹാപ്പി ആയിട്ടിരുന്നാ മതി. അവള് ഹാപ്പി ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ അവളെ ഒന്ന് വിളിച്ചു നോക്കാം. ആ, വിളിക്കച്ചാ. ഹലോ അച്ഛാ. ആ മോളെ അലീന, അച്ഛനെപ്പ എത്തി? ഞാൻ രാവിലെ തന്നെ എത്തി. അച്ഛൻ മാത്രല്ല ഞാനും ഉണ്ടേ. ഞാനും കൂടി ഉണ്ടേ. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. അല്ല, നിങ്ങളുടെ സ്റ്റഡി ടൈം ആയില്ലേ പിള്ളേരെ? ഞാൻ പോകുന്ന കൊണ്ട് അതൊക്കെ നിർത്തിയോ? ഏയ്, ഞങ്ങൾ ഇപ്പൊ തന്നെ പഠിക്കാൻ പോകും. അച്ഛൻ വന്നോണ്ട് ചെറിയൊരു എക്സ്ട്രാ ടൈം എടുക്കുന്നേ ഉള്ളൂ. എന്നാ സമയം കളയണ്ട, പൊയ്ക്കോ പൊയ്ക്കോ. ശരിയേ, ഞങ്ങൾ ബ്രേക്ക് എടുക്കുമ്പോ വിളിക്കാവേ. ടാറ്റ, ബൈ ബൈ. ഓക്കേ ഓക്കെ. അതെ, ഒരു കാര്യം കൂടി. എന്താ? ഞങ്ങൾ എപ്പോഴാ അങ്ങോട്ട് കൊണ്ടുപോകുന്നേ? അതൊക്കെ നമുക്ക് ശരിയാക്കാന്നേ. അച്ഛന്റെ പെർമിഷൻ എടുത്തോണം അതിനാദ്യം. അച്ഛന് സമ്മത അല്ലേ അച്ഛാ? പറയച്ചാ, ഞങ്ങളെ കൂടെ കൊണ്ടുപോവോ? അതിനൊക്കെ സമയമുണ്ട്. ആദ്യം പോയി പഠിക്കാം, അത് കഴിഞ്ഞ് ബാക്കിയൊക്കെ ആലോചിക്കാം. ഓക്കെ ഓക്കെ. ആ, എന്നാലേ നിങ്ങൾ രണ്ടുപേരുടെയും അടുത്ത പണി നോക്കൂ. അച്ഛാ പറഞ്ഞു. രണ്ടുപേരും അവിടെ നിന്നേ. നിനക്ക് രണ്ടുപേർക്കും അവളുടെ അടുത്തോട്ട് എഴുന്നല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ലേ? ഞങ്ങൾ പോയാൽ എന്നാ പ്രശ്നം? നാണമില്ലേ നിനക്കൊന്നും? കണ്ടവളുമാര് പോയെടുത്തോട്ട് അളിഞ്ഞേറി ചെല്ലണമെന്ന് പറയാൻ. അതും ഇവിടുന്ന് ദുർനടപ്പ് കാരണം പറഞ്ഞു വിട്ട വേലക്കാരുടെ അടുത്തോട്ട്. അച്ഛന്റെ മക്കള് തന്നെ. നാണവും മാനും 7 അയലത്തൂടെ പോയിട്ടില്ല. അമ്മേ, എന്നിട്ട് ഇന്നലത്തെ ഉറക്കമൊക്കെ ശരിയായോ? ഒട്ടും ഉറങ്ങാൻ പറ്റിയില്ലെന്നേ. രണ്ടുപേരോടും ഞാൻ പറയാ, മാനവും മര്യാദയ്ക്ക് ഈ വീട്ടിൽ ജീവിച്ചോണം. അതും എന്നെ അനുസരിച്ച്. തോന്നിവാസമാണ് ഉദ്ദേശമെങ്കിൽ അത് ഈ വീടിന് പുറത്ത്, പിന്നെ ഇങ്ങോട്ട് കയറിയേക്കരുത്. ഓ, അതായിരുന്നോ അമ്മ ഈ വീട് വിട്ടു പോയത്? പക്ഷെ അമ്മ ഒരു മടിയില്ലാതെ കേറി വന്നല്ലോ. നീ എന്നെ പറഞ്ഞേ? എന്നെ അവിടെ ഒരു തർക്കം? ഒന്നുമില്ല അച്ഛാ, പഠിക്കുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞതായിരുന്നു. ആ, ചേച്ചി ചേച്ചി വന്നേ, വാ. അതെ, എന്റെ അടുത്ത് കിടന്ന് തുള്ളുന്ന പോലെ പിള്ളേരുടെ തൊട്ട് ചെന്ന് കയറി കൊടുക്കരുതേ. നേരം നിറയെ നീതി ന്യായം ഒക്കെ ഉള്ള പിള്ളേരാ. വെറുതെ നാണം കെടും കൂടുതൽ സംസാരിച്ച. മറുപടി ഒന്നും വേണ്ട, ഞാൻ ഫോണില്ല. ആ മോളെ. അച്ഛാ പറഞ്ഞു. മോളെ പറയടി. എന്ത് പറ്റിയച്ചാ? എന്തേലും പ്രശ്നം ഉണ്ടായോ? എന്ത് പ്രശ്നം? ഒന്നുമില്ലെന്നേ. നീ അവിടുത്തെ കാര്യങ്ങൾ പറ. ഇവിടെ ഞാൻ വെറുതെ ഒന്നും ചെയ്യാനില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു.
അധികം ശീലമില്ലാത്തൊരു പരിപാടിയാണ് അല്ലേ? ഹലോ ലാലിച്ച, എത്തിയോ ന്യൂസ് അവിടെ? എടാ ലാലിച്ച, നീ എന്നോടൊരു വാക്ക് പറഞ്ഞു. ആ പെണ്ണിനെ വിളിക്കാൻ പോകുന്നതിന് മുമ്പ് എന്നെ ഒന്ന് വിളിക്കാൻ തോന്നിയോ നിനക്ക്? അപ്പച്ചനെ വിളിച്ചു വരുത്തി എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്നു പറഞ്ഞതല്ലേ, അത് മറന്നുപോയോ? ലാലിച്ച, അന്നേരം ഞാൻ നിന്നോട് എന്നതാ പറഞ്ഞത്? അങ്ങനെ ഒരു മോള് നിനക്കില്ലെന്ന് കരുതിയേക്കാനല്ലേ? ആ പിന്നെ നീ എന്തിനാ ഇങ്ങനെ ഒരു മണ്ടത്തരം കാണിച്ചു വെച്ചത്? ലാലിച്ച, ബുദ്ധിയും ബോധവും ഉള്ള മനുഷ്യരാരെങ്കിലും ചെയ്യുന്ന പണിയാണോ ഇത്? അപ്പച്ചാ, എനിക്ക് ശരിയെന്ന് തോന്നിയത് ഞാൻ ചെയ്തു. എനിക്കിപ്പോ ആരോട് സമ്മതം ചോദിക്കേണ്ട കാര്യമില്ല. എനിക്ക് അപ്പച്ചനോട് പറയണമെന്ന് തോന്നിയപ്പോ എല്ലാ വിവരവും ഞാൻ അപ്പച്ചനോട് തുറന്നു പറഞ്ഞു. എടാ മോനെ, ചോദിക്കുന്ന മനുഷ്യരോട് സമാധാനം പറയണ്ടേ? നിന്റെ ഭാര്യയോടും മക്കളോടും എന്തോ ന്യായം പറയും. അവരുടെ കുടുംബക്കാര് ചോദിച്ചാലും പറയണ്ടേ സമാധാനം? പള്ളിക്കാരോടും പട്ടക്കാരനോടും പറയണ്ടേ? നിന്റെ കൂടപ്പറപ്പുകളോടും മക്കളോടും പറയണ്ടേ? നീ വെള്ളരിക്ക പട്ടണത്തിലല്ലല്ലോ ജീവിക്കുന്നേ, ആണോ? ഇതിന്റെ പേരിൽ എന്തൊക്കെ കലാപങ്ങൾ ഉണ്ടായാലും അത് ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് തന്നെയാ ഞാൻ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്. അങ്ങനെ നീ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കേണ്ട കാര്യമാണോ ഇത്? ഡാ, ഇതിന്റെ വരുമരാഴികൾ വേറെ എത്ര പേര് അനുഭവിക്കണം ലാലിച്ച? നീ എന്തുകൊണ്ടാ അതൊന്നും ചിന്തിക്കാത്തത്? ഞാനെല്ലാം ചിന്തിച്ചിട്ട് തന്നെയാ. ആ പെണ്ണിനെ വിളിച്ചോണ്ട് വന്ന കാര്യം നീ ഇപ്പൊ ആരോടൊക്കെ പറഞ്ഞു? ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അവൾ നിന്റെ മകളാണെന്ന് അവിടുത്തെ ജോലിക്കാരോട് പറഞ്ഞില്ലേ? അത് ഞാൻ പറഞ്ഞു. ആരെങ്കിലും കാണിക്കോ ഇങ്ങനത്തെ വിവരക്കേട്? ഇനി അവര് ലോകം മുഴുവൻ പറഞ്ഞു പരത്തുകയല്ലേ? ഞാനത് പറഞ്ഞില്ലെങ്കിലേ അവർ വേറെ കഥകൾ പറഞ്ഞുണ്ടാക്കും. അതിനേക്കാൾ ബെറ്റർ ഇത് തന്നെയല്ലേ? മേനോൻ ഇവിടെ വന്നപ്പോ അയാളെ അച്ഛാ അച്ഛാ എന്ന് മെനി മെനി ടൈംസ് നീ വിളിക്കുന്നത് ഞാൻ കേട്ടു. നീ എന്നെ പപ്പ എന്ന് വിളിക്കാറില്ലല്ലോ. ഇപ്പൊ ഞാൻ വേലക്കാരി അനാഥയായിരുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഞാൻ രാജാവിന്റെ മകളാണെന്ന് എല്ലാവരും അംഗീകരിക്കുന്നതല്ലേ? മകളൊക്കെ അങ്ങ് തൃശ്ശിനാപ്പള്ളി, ഇവിടെയൊന്നും നടക്കത്തില്ല. അവളെ ഇന്ന് തന്നെ പറപ്പിച്ചേക്കാം. 23 വർഷം അനാഥ കുഞ്ഞായിട്ട് ജീവിച്ചവളാ. അവൾക്കൊരു അംഗീകാരം, അന്തസ്സും സ്നേഹവും എല്ലാം കിട്ടണ്ടേ?